കാസർഗോഡ് റിയാസ് മൗലവി കൊലക്കേസിലെ അന്വേഷണ ഫയലുകൾ പോലീസ് ഉന്നതതലത്തിൽ പരിശോധിക്കും. ADGP MR അജിത് കുമാറിനാണ് ചുമതല. പ്രതികളെ വെറുതെ വിട്ട വിചാരണ കോടതി വിധിക്കെതിരെ ഉടൻ അപ്പീൽ നൽകും. ദീപക് ധർമ്മടം കോഴിക്കോടും ചേരുന്നു. ദീപക് ധർമ്മടം, ഈ വിധിപ്പകർപ്പിൽ പോലീസിന്റെയും അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ എണ്ണി പറഞ്ഞിരുന്നു. എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയാണോ വീണ്ടും ഇത്തരത്തിലൊരു പരിശോധന? എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രത്യേകിച്ച് രാഷ്ട്രീയ ആരോപണം കൂടി, കടുത്ത പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. തന്നെയാണ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഈ കേസിന്റെ വിശദാംശങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു വാർത്താ സമ്മേളനം നടത്തിയത്. സാധ്യമായതെല്ലാം പോലീസ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ തുടർന്ന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ലോ ആൻഡ് ഓർഡർ മേധാവി ADGP MR അജിത് കുമാർ കാസർഗോഡ് എത്തി ഒരു പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നത്. ആ യോഗം, 2 യോഗങ്ങളാണ് ഇന്ന് അദ്ദേഹം വിളിച്ചിരിക്കുന്നത്. ഒന്ന് തെരഞ്ഞെടുപ്പ് ബന്ദോബസ്തുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പോലീസ് നോഡൽ ഓഫീസർ എന്നുള്ള നിലയിൽ, സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എന്നുള്ള നിലയിൽ യോഗമാണ്. മറ്റൊന്ന് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തെളിവുകളുടെ മറ്റു രേഖകളുടെ മുഴുവൻ പരിശോധനയും ആ കേസുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഒരു കൃത്യമായ പരിശോധനയിലേക്ക് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശപ്രകാരം ADGP കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പോലീസ് തലപ്പത്ത് നിന്നും. ഏതായാലും MR അജിത് കുമാർ കാസർഗോഡ് എത്തിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ യോഗത്തിന് വേണ്ടി 4 മണിക്കാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഈ പോലീസ് തലപ്പത്തെ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൊണ്ട് റിയാസ് മൗലവി കേസിൽ ഇനി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് പരിശോധിക്കാൻ, പ്രത്യേകിച്ചും അപ്പീൽ നൽകുമെന്ന് സർക്കാർ പറഞ്ഞതാണ്. അപ്പോൾ അപ്പീൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഈ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കുന്ന രീതിയിൽ, കാരണം ഇന്ന് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ നീതി ഉറപ്പാക്കും, കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ഇങ്ങനെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. സുഹൈൽ. ശരി, ദീപക് ധർമ്മടമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. റിയാസ് മൗലവി വധക്കേസിലെ ഈ വിധി വന്നതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കം ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുഖം മിനുക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. മറ്റു വാർത്തയിലേക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.